അതേസമയം നമ്മുടെ എയിലെ മച്ചന്മാർ അത് തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് വന്നിട്ട് കയറിയിട്ടുണ്ട്. അവരൊരു മോളി എറിഞ്ഞു, അപ്പുറത്തുനിന്ന് എയിലെ മച്ചന്മാർ വീണ്ടും എയിലെ മച്ചന്മാർ ഒരു വൻ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരിക്കുകയാണ് ഗൈസ്. ലാസ്റ്റ് മാനെ കാണിക്കുന്നതിൻ്റെ എനിക്കൊരു ഭയങ്കര അപ്പോൾ ഇന്ന് ഒരു എന്തോ സെക്കൻഡ് പാർട്ടിൽ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എത്ര കില്ലെടുത്തെന്നൊരു ഒരു പിടി കൊടിയുടെ പിള്ളേർ നേരെ കയറിയിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ കൊടിയുടെ പിള്ളേർക്ക് അടി കിട്ടി. കൊടിയുടെ ഒരു പിള്ളേർ വീണ്, അല്ല കൊടിയുടെ 2 പിള്ളേർ തീർത്തു. ബാക്കി ഒരാളാണ് കൊടിയുടെ ഒരാളെ ഉള്ളൂ. ഇവരെ ഒരുമിച്ച് കൊടിയെ 2 പിള്ളേർ യെസ് വീണിട്ടില്ല. കൊടിയുടെ 2 പിള്ളേർ ഇപ്പോഴും അവൈലബിൾ ആണ് ഗൈസ്. കൊടിയുടെ 2 പിള്ളേർ ഇപ്പോഴും അവൈലബിൾ ആണ്. ഖുറേഷിയുടെ മച്ചാന്മാർക്കാണ് അടി. അപ്പോൾ ഖുറേഷിയുടെ പവർ കാണിക്കും. കൊടിയുടെ പിള്ളേരെ അടിക്കാൻ ഖുറേഷി. ഓക്കെ കുറുകട്ടെ. കൊടിയുടെ പിള്ളേരെ വണ്ടി കത്തി ഇങ്ങനെ ജയിച്ചു പോകുന്നത്. കൊടിയുടെ മച്ചാൻ മറ്റേ പുള്ളിക്കാരനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. യെസ്, പുള്ളിക്കാരനെ കൊണ്ട് പറ്റും. പെട്ടെന്ന് അവരവിടെ നിന്ന് കയറുന്നതിന് മുമ്പേ ചെന്ന് എടുത്താൽ എടുത്തു. കാരണം അവരവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ, സമയമുണ്ട്. എടുത്തു കഴിഞ്ഞാൽ അതൊരു ഗുഡ് അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും കൊടിയുടെ പിള്ളേർക്കും. അവിടെ ഓക്കെ സ്മോക്ക് ഇട്ടിട്ടാണ് കയറുന്നത്. അപ്പം ഒറ്റയ്ക്കാണോ ഒരു കൊടിയുടെ പിള്ളേരെ കാണാം? ഇല്ല അടിയില്ല. അയ്യോ പിള്ളേർ വീണിട്ടില്ല. പിള്ളേർ വീണിട്ടുണ്ടോ? കൊടിയുടെ പിള്ളേർ ഇവിടെ എന്താണ് പറ്റുന്നതെന്ന് നോക്കാം. കൊടിയുടെ പിള്ളേർ ഇന്ന് കൊടി കുത്തുവോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ ഇമ്മറ്റിൽ അതേപോലെ വഴിയെ പോയ ഒരു വോട്ടക്സിനെ അടിച്ചു പറഞ്ഞ രീതിയിൽ. അതിനു മുമ്പേ കൊടിയുടെ പിള്ളേർ വോട്ടക്സിലെ മച്ചന്മാരെ അടിച്ചു. ഒരാളുടെ ഇനി ഒരൊരാളെ ഉള്ളൂ. അവിടെ നിന്ന് കൊടിയുടെ മച്ചന്മാർ ഒരു ഭയങ്കര അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടി. ഒരു രക്ഷയില്ല. പ്ലേ സോണിൽ വീഴുന്നത് കൊടിയും എമ്മാറ്റിയും തമ്മിലാവുമോ? കൊടിയും എമ്മാറ്റിയും തമ്മിൽ ആകുമോ ഫൈറ്റ്? അതേ കൊടിക്കും സോണി കയറണം, അച്ഛന്മാർക്ക് സോണി കയറണം, അവർക്കും സോണി കയറണം. അപ്പം കൊടിയുടെ പിള്ളേരുമായിട്ടാണ് അടി ഗൈസ്. കൊടി വി എസ് എമ്മാറ്റിയാണ് ഗൈസ് അടി നടക്കുന്നത്. കൊടി വി എസ് എമ്മാറ്റി ഒരു നീഡ് വരുന്നുണ്ട്. നീഡ് മച്ചാനെ കിട്ടിയില്ല. മച്ചാൻ അവിടെ നിന്ന് ഓടി മാറി. ഓക്കെ എമ്മാറ്റിലെ മച്ചന്മാർക്ക് എല്ലാവർക്കും പോകുന്നുണ്ട്. 1v2 കൊടിയുടെ പിള്ളേർ vs എമ്മാറ്റി. കൊടിയുടെ പിള്ളേരും എമ്മാറ്റിയും തമ്മിലൊരു അടിയാണ് കഴിച്ചത്. ഇത് എത്രത്തോളം അഡ്വാൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേർ ഒരു 1v2 ആണ്. നമ്മുടെ ബീസ്റ്റിൻ്റെ അടിയാണ് ഗൈസ്. 1v2 ബാക്കിൽ ആൾ വന്നത് അറിഞ്ഞില്ല. കൊടിയുടെ പിള്ളേർ കൊടിയുടെ പിള്ളേർ തന്നെ കൊടി കുത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവർ വന്നിട്ട്